ഇന്ന് നമ്മൾ നിൽക്കുന്നത് നമ്മുടെ ലേറ്റസ്റ്റ് പ്രോജക്റ്റായ ട്രിവാൻഡ്രം ജില്ലയിലെ ആറ്റിങ്ങൽ മാമം എന്ന സ്ഥലത്തെ ബിനു ശ്രീജ ദമ്പതികളുടെ വീട്ടിലാണ്. ഇത് ഏകദേശം 3700 സ്ക്വയർ ഫീറ്റിൽ വളരെ മിനിമലിസ്റ്റിക് ആയിട്ടും കണ്ടംപററി സ്റ്റൈലിലാണ് ചെയ്തിരിക്കുന്നത്. വീടിൻ്റെ ഗേറ്റ് വന്നിട്ട് GI ഷീറ്റും GI പൈപ്പും കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ഈ രണ്ട് സൈഡിലായിട്ട് നല്ലൊരു CLC കട്ടിംഗ് ഉണ്ട്. ഒപ്പം 2 വുഡൻ പാനലിങ്ങും ചെയ്തിട്ടുണ്ട്. വീടിൻ്റെ ഫ്രണ്ടേജ് ചെയ്തിരിക്കുന്നത് കസ്റ്റമറുടെ ആവശ്യപ്രകാരം കുട്ടികൾക്കൊക്കെ കളിക്കാനായിട്ട് നല്ല സ്പേഷ്യസ് ആയിട്ടാണ്. ഇതിൻ്റെ ഫ്ലോറിംഗ് വന്നിട്ട് ഒരു റസ്റ്റി ഫിനിഷ് തോന്നിക്കുന്ന രീതിയിൽ ഒരു ഇൻ്റർലോക്കിംഗ് പേവർ ബ്ലോക്സ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ കോമ്പൗണ്ട് വാളിൽ ഗേറ്റിൻ്റെ തീമിന് മാച്ചിങ് ആയിട്ട് CNC കട്ടിങ്ങും ഒപ്പം അഡ്ജസ്റ്റൻ്റ് വാൾസിൽ കോൺട്രാസ്റ്റിംഗ് ആയിട്ട് വരുന്ന ജാളി വർക്ക്സുമാണ് കൊടുത്തിരിക്കുന്നത്. വീടിൻ്റെ വലത് ഭാഗത്തായിട്ട് ഏകദേശം 2 വാഹനങ്ങൾ വരെ പാർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സ്പേഷ്യസ് ആയിട്ട് ഒരു ക്ലോസ്ഡ് ആയ കാർ പോർച്ചാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വീടിൻ്റെ എലിവേഷൻ ട്രീറ്റ് ചെയ്തിരിക്കുന്നത് ഒരു ഗ്രേ ആൻഡ് വൈറ്റ് ഷെയ്ഡിലാണ്. അതിനോടൊപ്പം കോൺട്രാസ്റ്റ് ആയിട്ട് ഒരു കോപ്പർ ബ്രൗണിഷ് കളറിൽ വരുന്ന ഒരു ഹൈലൈറ്റും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ടെക്സ്ചർ ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. അതോടൊപ്പം മുകളിലത്തെ ലിവിങ് ഏരിയയുടെ ഫ്രണ്ടിൽ ഇരുവശങ്ങളിലായിട്ടും ഇതേപോലെയാണ് ചെയ്തിരിക്കുന്നത്. വീടിൻ്റെ ഫ്രണ്ടിൽ ചെയ്തിരിക്കുന്നത് വിശാലമായിട്ടുള്ളൊരു L ഷേപ്ഡ് സിറ്റ് ഔട്ടാണ്. സിറ്റ് ഔട്ടിൻ്റെ ഫ്ലോറിംഗ് ചെയ്തിരിക്കുന്നത് വെർട്ടിഫൈഡ് ടൈൽസും അതിൻ്റെ ബോർഡറിലായിട്ട് ബ്ലാക്ക് ലെതർ ഫിനിഷുള്ള ഗ്രാനൈറ്റുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. വീടിൻ്റെ ഡോറിന് ഒരു സിമ്പിൾ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ടീക്ക് വുഡ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഡോർ ഹാൻഡിൽ ഒരു ആൻറ്റിക് ഇതാണ്. ഇനി നമുക്ക് വീടിൻ്റെ ഉള്ളിലെ വിശേഷങ്ങളിലേക്ക് കടക്കാം. ഡോറ് തുറന്ന് അകത്തേക്ക് വരുമ്പോൾ ഇവിടെ ലിവിങ് ഹാളിനെയും ഡൈനിങ് ഹാളിനെയും സെപ്പറേറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഒരു ക്യൂരിയോ ഷെൽഫ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മുടെ കസ്റ്റമറെ വീട് പണിയുന്നതിന് മുന്നേ തന്നെ താൻസാനിയയിൽ നിന്ന് കളക്ട് ചെയ്ത കുറച്ച് പീസസ് ഉണ്ട്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആൻറ്റിക് പീസസ് ആണ്. ഒപ്പം ഇന്ത്യൻ കൾച്ചറിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന രീതിയിലുള്ള കുറച്ച് നല്ല പീസസ് ഉണ്ട് ഇവിടെ. ഓരോ ആൻറ്റിക് പീസസിൻ്റെയും സൈസ് അനുസരിച്ചിട്ട് കസ്റ്റമൈസ് ചെയ്തിട്ടാണ് ഈ ക്യൂരിയോ ഷെൽഫ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലായിട്ട് സ്ട്രൈപ്ഡ് ഗ്ലാസ്സസ് കാണാം. ഒപ്പം CNC വർക്കിൽ ഒരു ഗോൾഡൻ ഷെയ്ഡിൽ കൊടുത്തിരിക്കുന്ന വർക്കിങ്ങും കാണാം. ലിവിങ് ഹാളിൽ 7 സീറ്ററായിട്ടുള്ള സോഫ സെറ്റാണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു റൗണ്ട് ടേബിൾ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഏകദേശം ഒരു മാർബിൾ ഫിനിഷ് വരുന്ന രീതിയിൽ ടൈല് യൂസ് ചെയ്തിട്ടാണ് ചെയ്തേക്കുന്നത്. പിന്നെ ഇതിൻ്റെ സീലിങ്ങിലേക്ക് കടക്കുകയാണെങ്കിൽ ഫോൾ സീലിംഗ് ആണ്. അതിൻ്റെ ഇടയ്ക്കായിട്ട് വുഡൻ പാനലിംഗ് ചെയ്തിട്ടുണ്ട്. ഒപ്പം ഭംഗിക്കായിട്ട് സ്പോട്ട് ലൈറ്റ്സും പ്രൊഫൈൽ ലൈറ്റ്സും യൂസ് ചെയ്തിട്ടുണ്ട്. ഒപ്പം ഇതിൻ്റെ ഫുൾ ഒരു ലിവിങ് ഹാളിൻ്റെ തീമിനെ കോർഡിനേറ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു റൗണ്ട് പെൻഡൻറ്റ് അത്യാവശ്യം വലിയൊരു ലൈറ്റും സെറ്റ് ചെയ്തിട്ടുണ്ട്. ലിവിങ് ഹാളിൽ നിന്ന് ഡൈനിങ് ഹാളിലേക്ക് പോകുന്ന പാസേജിലാണ് നമ്മൾ നിൽക്കുന്നത്. ഈ പാസേജിൽ നിന്ന് തന്നെ ഇരുവശങ്ങളിലേക്കും ഉള്ള ബെഡ്റൂമിലേക്ക് ലീഡ് ചെയ്യുന്നുണ്ട്. പിന്നെ പുറത്തേക്ക് പോകാനായിട്ടുള്ളൊരു ഡോറും കൊടുത്തിട്ടുണ്ട്. കുറച്ചും കൂടി നമ്മൾ പോകുമ്പോഴത്തേക്കും നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിൽ കയറാനുള്ള സ്റ്റെയർകേസും ഇവിടെയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ബ്യൂട്ടിഫുള്ളായിട്ട് കുഞ്ഞു കേജ് ലൈറ്റ്സ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു വുഡൻ പാനലിങ്ങും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡൈനിങ് ഹാളിലേക്ക് പോവാം. ഇവിടെ ഇപ്പോൾ ഡൈനിങ് ഹാളിലേക്ക് വരുമ്പോൾ നമ്മൾ നേരത്തെ കണ്ട പോലെ ലിവിങ് ഹാളിൻ്റെ ഒരു കണ്ടിന്യൂവേഷനായിട്ട് ഫോൾ സീലിംഗ് ആണ് മുകളിൽ കൊടുത്തേക്കുന്നത്. അതുകൂടാതെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ TV ഒക്കെ കാണത്തക്ക രീതിയിൽ റിലാക്സ് ചെയ്തിരിക്കാനായിട്ട് ഒരു സോഫ സെറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഫാമിലി ഹാളിൽ നിന്ന് നേരെ പോകുന്നത് ഡെക്കിലേക്കാണ്. ഈ ഭാഗത്തായിട്ട് UPVCയുടെ ഒരു സ്ലൈഡിംഗ് ഡോറ് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഒരു സേഫ്റ്റി ഫാക്ടറായിട്ട് ഒരു ഓട്ടോമേറ്റഡ് ഷട്ടർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതൊരു സെമി ട്രാൻസ്പെറൻ്റ് ആണ്. ഇവിടുന്ന് നോക്കിയാൽ ഡയറക്റ്റ് വ്യൂ ആണ്. അതുകൂടാതെ ഒരു എയർ സർക്കുലേഷനും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫാമിലി ലിവിങ് റൂമിനോട് ചേർന്ന് ഇവിടെ ഒരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഏരിയ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ പ്രൈവറ്റ് ഫാമിലി ഗ്യാതറിങ്സ് കണ്ടക്ട് ചെയ്യാം. അതോടൊപ്പം അതല്ലാത്ത സമയങ്ങളിൽ പ്ലേ ഏരിയ ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഫ്ലോറിംഗ് ഒരു ആർട്ടിഫിഷ്യൽ ഗ്രാസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒപ്പം ഇവിടെ ഒരു പോർട്ടബിൾ മിനി തിയേറ്റർ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഇനി ഇങ്ങോട്ട് വരുമ്പോൾ നമ്മുടെ ഫുഡൊക്കെ കഴിക്കാനുള്ള ഡൈനിങ് ടേബിളാണ്. അതിൽ ഈ സൈഡിലാണെങ്കിൽ ഒരു ബെഞ്ച് പോലെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പുറത്തൊരു 3 ചെയർസ് കൊടുത്തിട്ടുണ്ട്. അങ്ങോട്ട് നോക്കിയാൽ നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ വാഷ് ഏരിയയിൽ വോൾഗ ബ്ലൂ ഷെയ്ഡിലുള്ള ഫുൾ ബോഡി വെട്രിഫൈഡ് ടൈൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇത് മൊത്തത്തിൽ ഈ ഏരിയ ഒന്ന് ലൈവ് ആക്കാനായിട്ട് 2 കുഞ്ഞ് ലൈവ് പ്ലാന്റ്സ് കൊടുത്തിട്ടുണ്ട്. വലിയൊരു മിറർ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സൈഡിലായിട്ട് സ്ട്രിപ്പ് ലൈറ്റ്സ് ഉണ്ട്. 2 ചെറിയ സ്പോട്ട് ലൈറ്റ്സും ബിൽറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ കിച്ചണിൽ യൂസ് ചെയ്തിരിക്കുന്നത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിൽ കൊടുത്തതുപോലെ തന്നെ നല്ല വൈറ്റ് ഷെയ്ഡിലുള്ള ഫുൾ ബോഡി വെർട്ടിഫൈഡ് ടൈൽസ് ആണ്. പിന്നെ ഇവിടെ നമ്മുടെ ക്യാബിനറ്റ്സ് എല്ലാം ചെയ്തിരിക്കുന്നത് PVC ഫോം
ബോട്ടിലാണ്. അതിൻ്റെ മുകളിൽ ലാമിനേഷൻ കൊടുത്തിട്ടുണ്ട്. 2 ഗ്രൂപ്പ്സ് ആയിട്ട് ഒരു കോൺട്രാസ്റ്റ് വരാൻ വേണ്ടിയിട്ട് 2 ഡിസൈൻസ് കൊടുത്തിട്ടുണ്ട്. ഒരു ഗ്രൂപ്പ്സ് ഹൊറിസോണ്ടലായിട്ടും വെർട്ടിക്കലായിട്ടൊക്കെ. പിന്നെ ഇവിടെ നമ്മുടെ വാഷ് ഏരിയ ആണ്. ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ വാഷ് ഏരിയ ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഡ്രോയേഴ്സ് എല്ലാം ടാൻഡൻ ഡ്രോയേഴ്സ് ആണ്. ഈ ഭാഗത്ത് വരുമ്പോഴത്തേക്കും ഒരു ബ്ലാക്ക് കളറിലുള്ള വുഡൻ ഹോബ് വെച്ചിട്ടുണ്ട്. ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഡബിൾ ഡോർ ആയിട്ടുള്ള ഫ്രിഡ്ജാണ് ക്രമീകരിച്ചിട്ടുള്ളത്. ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു വർക്കിംഗ് ഏരിയയും സ്റ്റോർ റൂമും കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്നത് വീടിൻ്റെ സ്റ്റെയർകേസിൻ്റെ ഭാഗത്താണ്. ഇതിൽ മെയിൻലി ഹാൻഡ് റെയിൽ കൊടുത്തിരിക്കുന്നത് ടീക്ക് വുഡാണ്. പിന്നെ അതിൻ്റെ താഴെയായിട്ട് GI പൈപ്പിൽ ഒരു ബ്ലാക്ക് കളർ പൗഡർ കോട്ടിങ് കൊടുത്തിട്ടാണ് ഈ ഒരു ഹാൻഡിൽ ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരു മെയിനായിട്ടൊരു 12 mm ടഫൻഡ് ആയിട്ടുള്ള ഗ്ലാസ്സാണ് ഒരു മേജർ പോർഷനും കവർ ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ സ്റ്റെപ്സിലേക്ക് വരുമ്പോഴത്തേക്കും ഒരു ലെതറി ടച്ച് ഉള്ള ഒരു ഗ്രാനൈറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ സൈഡിലായിട്ട് കുഞ്ഞു കുഞ്ഞു സ്പോട്ട് ലൈറ്റ്സും സെറ്റ് ചെയ്തിട്ടുണ്ട്. ലിവിങ് ഹാളിനോട് ചേർന്നിട്ടാണ് പൂജാമുറി കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഡോറ് വളരെ സിമ്പിളായിട്ട് എന്നാൽ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ടച്ച് കൊടുത്തിട്ടാണ് ചെയ്തേക്കുന്നത്. ടീക്ക് വുഡ് തന്നെയാണ് മെറ്റീരിയൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഒപ്പം ചെറുതായിട്ടുള്ള CNC വർക്കിംഗ് ഉണ്ട്. ഇനി നമുക്ക് വീടിൻ്റെ ഓണറായ ബിനു സാറിനെയും ഫാമിലിയെയും പരിചയപ്പെടാം. നമസ്കാരം സാർ. നമസ്കാരം സാർ, ഫാമിലി ഒന്ന് ഞങ്ങൾക്ക് ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യാവോ? തീർച്ചയായിട്ടും. എൻ്റെ പേര് ബിനു, വൈഫ് ശ്രീജ, ഇളയ മോൻ സിദ്ധാർത്ഥ്, മൂത്തമോൻ ഭരത്. സാർ എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? ഞാൻ ടാൻസാനിയയിൽ ഒരു ട്രേഡിംഗ് കമ്പനി ഹെഡ് ചെയ്തു. നമുക്ക് എല്ലാവർക്കും അറിയാമല്ലേ, വീടെന്ന് പറയുമ്പം ഏതൊരാളുടെയും സ്വപ്നമാണ്. അപ്പം എങ്ങനെയാണ് ഇതിൻ്റെ ഈ ഒരു കഥ എന്താ, ഈ വീട് എങ്ങനെയായി? നിങ്ങളുടെ എല്ലാവരുടെയും കോൺട്രിബ്യൂഷൻ ആയിരുന്നു ഇവിടുത്തെ ഇൻറ്റീരിയർ ഡിസൈനിങ്? ബാക്കി എങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രോസസ്സിനെ പറ്റി ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരാമോ? ഞങ്ങൾ ഒരു ഏകദേശം 2 കൊല്ലമായിട്ട് ഞങ്ങൾ ഇതിനെക്കുറിച്ചുള്ള പ്ലാനിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒത്തിരി ആർക്കിടെക്ചറിൻ്റെ വീഡിയോസ്, ഒത്തിരി റിസർച്ചൊക്കെ ഞങ്ങളും പേഴ്സണലി ചെയ്തിട്ടുണ്ട്. നമ്മൾ ആർട്ട്ലൈൻ ബിൽഡേഴ്സിന് അവരെക്കുറിച്ച് അറിഞ്ഞതിന് ശേഷം അവരടുത്ത് ഞങ്ങൾ ഐഡിയാസിന് പങ്കിട്ടു. സാറിൻ്റെ മനസ്സിൽ എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടായിരുന്നോ, ഇങ്ങനെ ആയിരിക്കണം, ഒരു കണ്ടംപററി സ്റ്റൈലായിരിക്കണം എന്നുള്ളത് സാറ് പറഞ്ഞതാണോ, നിങ്ങളുടെ എല്ലാവരുടെയും ഫാമിലി കോൺട്രിബ്യൂഷൻ ആയിരുന്നോ അത്? അല്ല, ഞങ്ങൾ തമ്മിൽ തീരുമാനിച്ചപ്പോൾ തന്നെ കണ്ടംപററി ആയിരിക്കണം എന്നുള്ള തീരുമാനം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. ആൻഡ് വീട് ഇങ്ങനെ ഫ്രണ്ട് വ്യൂ ഇത്രയും വിത്ത് ഉണ്ടാവണം, അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. ബാക്കി പ്ലാൻസ് എല്ലാം ഇവരടുത്ത് സംസാരിച്ചതിന് ശേഷം അവിടെ നിന്ന് ഡെവലപ്പായി വന്ന പ്ലാൻസ്. സാർ, ഇതിൻ്റെ ഡിസൈനിങ് സ്റ്റേജസിനെ കുറിച്ചൊന്ന് പറയാമോ? ഞാനത് ചോദിക്കാൻ കാര്യം, നമ്മൾ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ഒരു 3 floor ആയിട്ടാണ് നമുക്ക് തോന്നുന്നത്. പക്ഷെ അകത്ത് കയറിയപ്പോഴാണ് 2 floor ആണെന്നുള്ളത് മനസ്സിലാതെ. എങ്ങനെയാണ് അതിലേക്ക് എത്തിയത്? ഈ വീടിൻ്റെ കൺസ്ട്രക്ഷൻ പ്ലാൻ ചെയ്ത് തുടങ്ങിയപ്പോൾ തന്നെ ഈ റൂഫിംഗ് അതിൻ്റെ കൂടെ ഞങ്ങൾ പ്ലാൻ ചെയ്തായിരുന്നു. അപ്പോൾ അത് റൂഫിംഗ് പ്രത്യേകം ചെയ്ത് കഴിഞ്ഞാൽ അതൊരു സെപ്പറേറ്റ് പാർട്ടായിട്ട് നിൽക്കാതിരിക്കാൻ വേണ്ടി വീടിൻ്റെ ഒരു പ്ലാൻ ആയിട്ട് ഇൻബിൽട്ട് ആയിരിക്കണം എന്ന് ഞങ്ങൾക്ക് നിർബന്ധമുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആർക്കിടെക്റ്റ് രാജു സാറിനെ കണ്ട് സംസാരിച്ചപ്പോഴത്തേക്കും ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ പുള്ളിക്ക് ഒരു പ്ലാൻ വരച്ച് അതിനെ ഇൻബിൽട്ട് ചെയ്യാൻ പറ്റിയായിരുന്നു. അപ്പോൾ ഞങ്ങൾ വളരെ സാറ്റിസ്ഫൈഡ് ആയിരുന്നു ആ ഒരു പാർട്ടിൽ. പിന്നെ അവിടെ നിന്ന് ഒന്നൊന്നായിട്ട് ഡെവലപ്പായി നമുക്ക് വീട് കൺസ്ട്രക്ട് ചെയ്ത് തീർക്കാൻ പറ്റി. എങ്ങനെയാണ് ഇപ്പം സാറിനോടാണെങ്കിലും മാമിനോടാണെങ്കിലും സ്വപ്നത്തിൽ ഉണ്ടായിരുന്നത് പോലെയാണോ ആർട്ട്ലൈൻ പ്രോപ്പർട്ടീസ് ചെയ്തു തന്നത്? എന്താണ് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് വീട് ഫുൾ ഇങ്ങനെ അവസാനം ഒരു മൊമെൻറ്റിൽ കണ്ടപ്പോൾ? ഞങ്ങൾ വളരെ സാറ്റിസ്ഫൈഡ് ആണ് അവരുടെ സർവീസിലും. ഈ സർവീസിനേക്കാളും ഉപരി നമുക്ക് ഇവരായിട്ട് ഡീൽ ചെയ്യുമ്പോൾ ഞങ്ങൾ വളരെ കംഫർട്ടബിളായിരുന്നു. പല കാര്യത്തിലും ഞങ്ങൾക്ക് കുറച്ച് ഞങ്ങൾ തമ്മിൽ സംസാരിക്കുമ്പോഴും ഒത്തിരി കാര്യങ്ങൾ ഞങ്ങൾ എപ്പോഴും പറയാൻ കൺസിഡർ ചെയ്യുമായിരുന്നു. ഇവർ ഒരു കോപ്പറേറ്റീവ് ആൾക്കാരെ അടുത്ത് വേണം നമ്മൾ ചെയ്യാനായിട്ട്. എന്നുവെച്ചാൽ മിക്കവാറും ആൾക്കാരുടെ അടുത്ത് നമ്മളിത് കൊടുക്കുമ്പോൾ നമ്മളെ പ്ലാൻ പറയുമ്പോൾ അവരെ രീതിക്ക് അതിനെ കൺവേർട്ട് ചെയ്യാൻ നോക്കും. അപ്പോൾ നമുക്ക് അതിൽ ഒട്ടും താല്പര്യമില്ലായിരുന്നു. നമ്മളതായിട്ടുള്ള ഒരു പ്ലാൻ, അതിനെ നമ്മൾ ആ ഒരു ഡ്രീം നമ്മുടെ മനസ്സിലുള്ള ഇതിനെ തന്നെ കോൺസെപ്റ്റിനെ തന്നെ കൊണ്ടുവരണം എന്നുള്ള ഞങ്ങൾക്ക് നിർബന്ധമുണ്ടായിരുന്നു. അതിൽ അവർ വളരെ സഹകരിച്ചെന്ന് വേണം പറയാനായിട്ട്. ഇപ്പം നമ്മൾ ഇരിക്കുന്നത് മാസ്റ്റർ ബെഡ്റൂമിലാണ്. ഈ ഒരു മാസ്റ്റർ ബെഡ്റൂമിൽ ഈ കോർണറിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ ഫുൾ കബോർഡ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അതുകൂടാതെ ഇവിടെ ഒരു ചെറിയൊരു കുഷനിങ് കൊടുത്തിട്ട് ഒരു കംഫർട്ടബിൾ സ്പേസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. വിൻഡോസ് ഉണ്ട് ഈ ഒരു സൈഡിൽ. അപ്പോൾ ഈ വിൻഡോസിൽ നിന്ന് നോക്കുമ്പോൾ ഇവിടെ നല്ല കംഫർട്ടബിളായിട്ടിരുന്ന നല്ലൊരു വ്യൂ ആണ് ഇവിടെ നിന്നുള്ളത്.
അതുകൂടാതെ ഇപ്പോൾ ഈ കബോർഡ്സിനെ പറ്റി പറയാനാണെങ്കിൽ ഇത് മറൈൻ പ്ലൈവുഡിലാണ് ചെയ്തിരിക്കുന്നത്. അതിൽ ഈ ഒരു പ്രൊഫൈൽ ഹാൻഡിൽസ് കൊടുത്തിട്ടുണ്ട്, ലാമിനേഷൻസ് ഉണ്ട്. കൂടാതെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കോൺട്രാസ്റ്റ് ആയിട്ട് ഒരു ഗ്രേഷ് വൈറ്റ് ബേജ് ഷെയ്ഡിലൊക്കെ ഉള്ള കോൺട്രാസ്റ്റ് ഷെയ്ഡ്സും യൂസ് ചെയ്തിട്ടുണ്ട്. ഈ മാസ്റ്റർ ബെഡ്റൂമിലെ മെയിൻ ബെഡ് ടീക്ക് വുഡാണ് കൊടുത്തിരിക്കുന്നത്. പോരാതെ നമ്മുടെ ഈ ഒരു ഹെഡ് പോർഷൻ ഉണ്ടല്ലോ, ഇവിടെ ലാമിനേഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് നല്ല ഭംഗിയായിട്ട് ഒരു ബേജ് ഷെയ്ഡിലുള്ള ഒരു ടെക്സ്ചേർഡ് പെയിൻറ്റിങ് ചെയ്തിട്ടുണ്ട്. കംപ്ലീറ്റ്ലി നമുക്ക് അറിയാൻ പറ്റും ഈ ഒരു തീം ബേസ്ഡ് ആയിട്ടാണ് ഈവൻ ഈ പറഞ്ഞ കബോർഡ്സും എല്ലാം ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടെ നിന്ന് നമുക്ക് ടി വി കാണാം, റിലാക്സ് ചെയ്തിരിക്കാൻ പറ്റുന്ന ഒരു സ്പേസ് ആണ്. ടി വി കാണാനുള്ള സ്പേസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇവിടെ നോക്കുമ്പോൾ ഒരു ഫുൾ ലെങ്ത്തിൽ ഒരു മിററാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. സൈഡിലായിട്ട് സ്ട്രിപ്പ് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് എന്തെങ്കിലും വർക്കൊക്കെ ചെയ്യാനായിട്ട് ചെറിയൊരു വർക്കിംഗ് ഏരിയ ബിൽറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. ഇതാണ് ഈ ഒരു മാസ്റ്റർ ബെഡ്റൂമിൻ്റെ ബാത്റൂം ഏരിയ. ഈ വീട്ടിലെ ഏറ്റവും സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട് വ്യൂ ഉള്ളൊരു ബാൽക്കണിയാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഏറ്റവും അധികം ഈവനിങ്സ് ഒക്കെ റിലാക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗം കൂടിയാണിത്. ഇവിടുന്ന് നോക്കിയാൽ ഒരു ഡയറക്റ്റ് വ്യൂ ആണ്. പിന്നെ വളരെ പീസ് ഓഫ് മൈൻഡായിട്ട് നമുക്കിവിടെ റിലാക്സ് ചെയ്ത് ചിൽ ചെയ്തിരിക്കാൻ പറ്റുന്ന ഒരു സ്പേസ് കൂടിയാണ്. ഇതിൻ്റെ മുകളിൽ ഓപ്പൺ സ്പേസിൽ നമ്മളൊരു GI പൈപ്പ് കൊടുത്തിട്ട് ഒരു കണ്ടിന്യൂസ് ഒരു പെർമനൻറ്റ് സ്ട്രക്ചർ, അതായത് നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു 3 നില തോന്നിക്കുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്.